ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? നല്ല പച്ചക്കറികളും ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലും രുചിയുള്ളതുമായ നല്ല നുറുക്ക് ഗോതമ്പ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നുറുക്ക് ഗോതമ്പിൻ്റെ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം ഒരു ഈ കട്ടോരിയിലാണ് ഒരു കപ്പ് ബ്രോക്കൺ വീറ്റ് കഴുകി അതിനെ പ്രഷർ കുക്കറിൽ വെച്ചു. എന്നിട്ട് ആ കപ്പിൽ തന്നെ 2 കപ്പ്, അതായത് നുറുക്ക് ഗോതമ്പിൻ്റെ ഇരട്ടി 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ അതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു 2 വിസിൽ കഴിയുമ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നുറുക്ക് ഗോതമ്പ് പുലാവിനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? അപ്പോൾ അതിന് ഞാൻ ഒരു 10 മഷ്റൂംസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു റാഡിഷ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ പീസ് ഒരു 1/4 കപ്പ്, മല്ലിയില ഒരു 1/2 കപ്പ്, പിന്നെ ഇത് യെല്ലോ ക്യാപ്സിക്കം ആണ്, അത് ഒരു 1/4 കപ്പ്, പിന്നെ നല്ലതായിട്ട് പൊടിച്ചെടുത്ത പനീർ, ഏകദേശം ഒരു 10 കഷ്ണം പനീർ ചെറുതായിട്ട് പൊടിച്ചെടുത്തത്, പിന്നെ ഒരു കപ്പോളം ചിക്കൻ ചെറുതായിട്ട് മുറിച്ചത്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ചിക്കൻ, പിന്നെ ഒരു സവോള, 5-6 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ഇനി എക്സ്ട്രാ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന അനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നുറുക്ക് ഗോതമ്പ് പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ആദ്യത്തെ പരിപാടിയായിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ട് വേണം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായി. അപ്പോൾ ബട്ടറും ഓയിലും ഒക്കെ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് 2 ബേ ലീവ്സും കുറച്ച് ജീരകവും ഒന്ന് പൊട്ടി വരണം. ജീരകം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ആ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ടത് ഒന്ന് വഴറ്റിയെടുക്കും. ഇത് വളരെ അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്ത ഒരു പുലാവാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു പുലാവാണ്. പിന്നെ നുറുക്ക് ഗോതമ്പും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഹെൽത്തിയുമാണ്, നമ്മൾ റൈസ് പുലാവ് പോലെയല്ല. ഇതൊന്ന് ഇതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരട്ടെ. ഇപ്പം ആ സവോളയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചച്ചവ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ചിക്കനും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനും കുറച്ച് വേവുണ്ടല്ലോ, ബാക്കി വെജിറ്റബിൾസിന് അധികം വേവില്ലാത്തതുകൊണ്ട് ക്യാരറ്റും ചിക്കനും കൂടെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതിനെ മൂടി വെച്ച് വേവിച്ച് എടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കുക്കാക്കിയാൽ മതി. എളുപ്പം ഇത് വെന്തോളും. നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചുകൊണ്ട് എളുപ്പം ബോൺലെസ് ചിക്കനുമാണ്, എളുപ്പം വെന്ത് കിട്ടിക്കോളാം. അപ്പോൾ ചിക്കൻ വേണ്ടാത്തവർക്ക് ഈ പോർഷൻ അവോയ്ഡ് ചെയ്യാം. ചിക്കൻ വേണ്ട വെജിറ്റബിൾസ് മാത്രമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ആ ചിക്കനൊക്കെ ക്യാരറ്റും ഒക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്തോട്ട് ഇനി ഗ്രീൻ പീസ്, പിന്നെ മഷ്റൂം, റാഡിഷ് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെയും ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇന്ന വെജിറ്റബിൾസ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിക്കുന്ന വേർഷനിൽ നിങ്ങളിൽ ഈ വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വേറെ ക്യാബേജോ ബീൻസോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമില്ല. ഇതിനെയും ഒരു 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. ഞാനതിൻ്റെ മൂടി ഒന്ന് മാറ്റി അതിനകത്തോട്ട് നമുക്ക് പൊടിച്ച് വെച്ച പനീറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും അധികം കാണരുത്. നമ്മൾ ഇപ്പോൾ കുറച്ചുണ്ട്, അതായത് നമ്മൾ മഷ്റൂം ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആവുന്നവരെ നമുക്കതിനെ കുക്ക് ചെയ്ത് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ആ വെള്ളം വറ്റിച്ചെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ വേവിച്ച നുറുക്ക് ഗോതമ്പ്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ റെഡിയായി, അതെല്ലാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ വേവിച്ച നുറുക്ക് ഗോതമ്പ് ഒന്ന് ഇട്ട് കുറേശ്ശെ ഇട്ട് ഒന്ന് ഇളക്കി ചെറിയ തീയിൽ നമുക്കതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട്.
നമ്മളൊരു 1 പോട്ട് മീലായിട്ട് ഇത് കഴിക്കാം. ഇതിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനെ കുക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കും. അപ്പോൾ നമ്മുടെ പുലാവൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. അതിൻ്റെ ഗാർണിഷായിട്ട് നമുക്ക് യെല്ലോ പെപ്പേഴ്സും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു നുറുക്ക് ഗോതമ്പിൻ്റെ പുലാവ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നവരാണെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയ നുറുക്ക് ഗോതമ്പ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഡിഷിലോട്ട് അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുവാണ്. നല്ല ചൂടോടുകൂടി കഴിച്ചാൽ മതി. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായമൊക്കെ എൻ്റെ കമൻറ്റ് സെക്ഷനിലും ഇട്ടാൽ നന്നായിരുന്നു. ഇത് മസ്റ്റ് ട്രൈ ഡിഷാണെന്ന് തന്നെ ഞാൻ പറയാം. അതായത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, എന്നാൽ ഹെൽത്തിയും ആയ ഒരു ഡിഷാണേ.